Hi my dears, we are moving into our next topic and last topic in the chapter, capillary condensation and approach to adsorption in micropores. What do you mean by this adsorption in micropores? Micro means small, right? You all know, right? Micro means small. ഇപ്പോൾ ചെറിയ പോഴ്സിലുള്ള അഡ്സോപ്ഷൻ നമ്മൾ കാപ്പിലറി കണ്ടൻസേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് നോട്ട് ഈസിലി ഡൈജസ്റ്റബിൾ പോർഷൻ. Okay, so study in that manner. If the pores in the solid are larger in size, the force of adsorption within the pores will not differ from that outside on the open surface. But if there are micropores present, the force of adsorption will be stronger inside the pores, and the pores will be filled up at a relatively low partial pressure of the adsorbate. Hence, the pores will be considered as microcapillaries and the adsorbed layer as a liquid. If a liquid film is first formed at the narrowest part of the pore, further adsorption can be considered as filling up of these pores by the liquid adsorbate. ഓക്കെ, ഇപ്പോൾ നമ്മൾ സോളിഡ് ഉണ്ട്, നമ്മുടെ അടുത്തൊരു സോളിഡ് ഉണ്ട്. ആ സോളിഡിൽ കുറച്ച് പോഴ്സ് ഉണ്ട് അല്ലേ. ഈ പോഴ്സിലാണ് അഡ്സോപ്ഷൻ നടക്കുക. ഈ പോഴ്സിൻ്റെ സൈസ് കൂടുതലാണെന്ന് ഇരിക്കുക. പോഴ്സിൻ്റെ സൈസ് കൂടുതലാണ്. അപ്പോൾ അവിടെ അഡ്സോപ്ഷൻ എങ്ങനെയായിരിക്കും? സാധാരണ ഒരു ഓപ്പൺ സർഫസിൽ എങ്ങനെയാണോ അഡ്സോപ്ഷൻ നടക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും സോളിഡ്സിലെ പോഴ്സിൻ്റെ സൈസ് കുറവാണെങ്കിൽ അതുപോലെ ആയിരിക്കും അതിൻ്റെ ഫോഴ്സ് ഓഫ് അഡ്സോപ്ഷൻ അതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു ഓപ്പൺ സർഫസിൽ എങ്ങനെയാണോ അഡ്സോപ്ഷൻ നടക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും വലിയ പോഴ്സുള്ള സോളിഡ്സിൽ ഫോഴ്സ് ഓഫ് അഡ്സോപ്ഷൻ. ദെൻ ഇഫ് ഈ സോളിഡ്സിലുള്ള പോഴ്സ് മൈക്രോ പോഴ്സാണെന്ന് കരുതുക. പോഴ്സിൻ്റെ സൈസ് കുറവാണെങ്കിൽ ഫോഴ്സ് ഓഫ് അഡ്സോപ്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അഡ്സോർബേറ്റ് ലോവർ പാർഷ്യൽ പ്രഷറിൽ ആ പോഴ്സിൽ വന്ന് ഫില്ല് ചെയ്യും. ഓക്കെ, സോളിഡ് സർഫസിലുള്ള പോഴ്സിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ ഫോഴ്സ് ഓഫ് അഡ്സോപ്ഷൻ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഓപ്പൺ സർഫസിലുള്ള ഫോഴ്സ് ഓഫ് അഡ്സോപ്ഷൻ ഈക്വൽ ആയിരിക്കും. ബട്ട് മൈക്രോ പോഴ്സ് ആണെങ്കിൽ ഫോഴ്സ് ഓഫ് അഡ്സോപ്ഷൻ എന്ന് പറയുന്നത് സ്ട്രോങ്ങർ ആയിരിക്കും. ആൻഡ് ലോവർ പാർഷ്യൽ പ്രഷറിൽ ഈ അഡ്സോർബേറ്റൊക്കെ ആ പോഴ്സിൽ വന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പോഴ്സിനെ മൈക്രോ കാപ്പിലറീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ അഡ്സോർബ്ഡ് ലെയറിനെ നമുക്ക് ലിക്വിഡായിട്ട് കൺസിഡർ ചെയ്യാം. ഈ ലിക്വിഡ് ലെയറാണ് ഈ പോഴ്സിൻ്റെ നാരോസ്റ്റ് പോർഷനിൽ ആദ്യം ഫോം ചെയ്യുക. ദെൻ അതിൽ അഡ്സോപ്ഷൻ നടന്ന് ആ പോഴ്സ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ദെൻ അഡ്സോപ്ഷൻ ഇൻ സം ടിപ്പിക്കൽ പോഴ്സ്. ചില ടിപ്പിക്കൽ പോഴ്സ് എക്സാമ്പിളായി നോക്കാം. അവിടെ എങ്ങനെയായിരിക്കും അഡ്സോപ്ഷൻ നടക്കുക? വി ആർ കൺസിഡറിങ് അഡ്സോപ്ഷൻ ഓൺ എ സോളിഡ്, okay, with cylindrical pores that are closed at one end. We should also consider the case when the solid has cylindrical pores open at both ends. നമ്മുടെ മെയിനായിട്ട് രണ്ട് കേസാണ് നോക്കുന്നത്. നമ്മുടെ സോളിഡ് ഉണ്ട്, ആ സോളിഡിലെ പോഴ്സിന് സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. ഓക്കെ, സോളിഡ് വിത്ത് സിലിണ്ട്രിക്കൽ പോഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് എന്താണെന്ന് വെച്ചാൽ ഈ സിലിണ്ട്രിക്കൽ പോഴ്സിൻ്റെ ഒരു സൈഡ് ക്ലോസ് ആയിരിക്കും. സെക്കൻഡ് കേസ് എന്താണെന്ന് വെച്ചാൽ ഈ സിലിണ്ട്രിക്കൽ പോഴ്സിൻ്റെ രണ്ട് സൈഡും ഓപ്പൺ ആയിരിക്കും. ഫസ്റ്റ് കേസ് ഒരു സൈഡ് ക്ലോസ് ആയിരിക്കും, സെക്കൻഡ് കേസ് രണ്ട് സൈഡും ഓപ്പൺ ആയിരിക്കും. ലെറ്റ് us discuss the first case. Adsorption will begin by forming a spherical meniscus at the closed end. Capillary condensation will follow, and as the pore is filled and the meniscus moves up, the radius remains constant, and condensation will continue without any further rise in pressure till the capillary is full. Desorption will follow the same path. This is shown in figure 3.11. This is a figure 3.11. Means adsorption desorption isotherm for an idealized cylindrical pore. ഇവിടെ എന്താ പറയുക? ഫസ്റ്റ് കേസിൽ എന്താണ്? സിലിണ്ട്രിക്കൽ പോറിൻ്റെ ഒരു സൈഡ് ക്ലോസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അഡ്സോപ്ഷൻ നമ്മൾ ക്ലോസ്ഡ് എൻഡ് ആണ്, സോളിഡിൻ്റെ സിലിണ്ട്രിക്കൽ പോറാണ്, അതിന് താഴെ ക്ലോസ്ഡ് എൻഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അഡ്സോപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ക്ലോസ്ഡ് എൻഡിൽ ഒരു സ്ഫെരിക്കൽ മെനിസ്കസ് ഫോം ചെയ്തിട്ടാണ് അഡ്സോപ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞു സോളിഡിൽ സിലിണ്ട്രിക്കൽ പോർസ് ഉണ്ട്, അതിന് ഒരു സൈഡ് ക്ലോസ് ആണെന്ന് പറഞ്ഞു. ഈ ക്ലോസ് ആയ പോർഷനിൽ സ്ഫെരിക്കൽ മെനിസ്കസ് ഫോം ചെയ്തിട്ടാണ് അഡ്സോപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ കാപ്പിലറി കണ്ടൻസേഷൻ നടക്കും. ഇവിടുത്തെ പോഴ്സിലൊക്കെ എന്താ പറയുക, പാർട്ടിക്കിൾസിനെ അഡ്സോർബ് ചെയ്ത് അതങ്ങനെ ആ പോഴ്സ് ഫില്ലായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് RS എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റായി നിൽക്കും. ഈ കണ്ടൻസേഷൻ ഒരു പ്രഷറിൻ്റെ റൈസും ഇല്ലാതെ ഈ കണ്ടൻസേഷൻ നടക്കും. പ്രഷർ റൈസ് ചെയ്താലേ കണ്ടൻസേഷൻ നേരെ നടക്കുള്ളൂ എന്ന് അങ്ങനെയൊന്നുമില്ല. കണ്ടൻസേഷൻ വിൽ കണ്ടിന്യൂ വിത്തൗട്ട് എനി ഫർദർ റൈസ് ഇൻ പ്രഷർ. ഓക്കെ, ദെൻ ഡീസോപ്ഷൻ സെയിം പാത്തിൽ തന്നെ നടക്കും. ഇതിൻ്റെ ഫിഗറാണ് നമ്മൾ 3.11 ലാസ്റ്റ് സ്ലൈഡിൽ കണ്ടത്. Now we are moving to next example, that is cylindrical pores at the both end open.
സിലിണ്ടറിക്കൽ പോഴ്സാണ്, ബോത്ത് എൻഡും ഓപ്പൺ ആണ്. ഇവിടെ കാപ്പിലറി കണ്ടൻസേഷൻ എങ്ങനെയാണ് നടക്കുകയെന്ന് വെച്ചാൽ കാപ്പിലറി മെനിസ്കസ് ഫോം ചെയ്യും. നമ്മൾ നേരത്തെ കേസിൽ സ്ഫെറിക്കൽ മെനിസ്കസ് ആണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ രണ്ട് സൈഡും ഓപ്പണായ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടൻസേഷൻ വിൽ ബിഗിൻ ബൈ ഫോമിങ് എ സിലിണ്ടറിക്കൽ മെനിസ്കസ്. Okay, then the pressure at which this condensation will begin depends on the radius of cylindrical meniscus, and as condensation proceeds, the film will grow and RC will decrease. Hence, it will need now still lower pressure for condensation. Since the pressure at which condensation started is higher than that needed for further condensation, the capillary will fill up at a constant pressure. When the capillary is nearly full, cylindrical meniscus will be replaced by spherical menisci at the two ends. Further condensation will follow, but this will not necessitate in any further rise in pressure for completely filling up the pore. This changeover from cylindrical to spherical meniscus is shown in figure 3.12. സോ രണ്ട് സൈഡും ഓപ്പണായ കേസിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇവിടെ കാപ്പിലറി കണ്ടൻസേഷൻ സിലിണ്ടറിക്കൽ മെനിസ്കസ് ആണ് ഫോം ചെയ്യുക. അപ്പോൾ കാപ്പിലറി കണ്ടൻസേഷൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഒരു പെർട്ടിക്കുലർ പ്രഷറിൽ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ റേഡിയസ് അതിന് പെർട്ടിക്കുലർ റേഡിയസും ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ പ്രഷറിൽ ഈ കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്യും, അതിനൊരു പെർട്ടിക്കുലർ റേഡിയസും ഉണ്ട്. ഈ കണ്ടൻസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫിലിം ഗ്രോ ചെയ്യും. ഓക്കെ, ഈ ഫിലിം ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ റേഡിയസ് RC എന്ന് പറയുന്നത് കുറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ കണ്ടൻസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കുറച്ചും കൂടെ ലോവർ പ്രഷറാണ് ഇവിടെ ആവശ്യം. അപ്പോൾ ഇവിടെ എത്ര പ്രഷറാണോ കണ്ടൻസേഷന് വേണ്ടത് അതിനേക്കാളും ഒരു കൂടുതൽ പ്രഷറിലാണ് കണ്ടൻസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ദെൻ ഈ കാപ്പിലറി നിയർലി ഫുൾ. ഇനി നമ്മളിത് ഇങ്ങനെ അഡ്സോപ്ഷൻ വഴി ഫില്ല് ചെയ്ത് അവസാനം നിയർലി ഫുള്ളാവുന്നൊരു കണ്ടീഷൻ വരും. ആ ഫുള്ളാവുന്ന കണ്ടീഷനിൽ ഈ സിലിണ്ടറിക്കൽ മെനിസ്കസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ മെനിസ്കസായി മാറും. ഓക്കെ, നിയർലി ഫുൾ, ഈ കാപ്പിലറി നിയർലി ഫുള്ളാവുന്ന കണ്ടീഷനിൽ ഫുള്ളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സിലിണ്ടറിക്കൽ മെനിസ്കസ് സ്ഫെറിക്കൽ മെനിസ്കസായി മാറും. ഫർദർ കണ്ടൻസേഷൻ നടക്കും. അങ്ങനെ ഒരു സിലിണ്ടറിക്കൽ ടു സ്ഫെറിക്കൽ മെനിസ്കസ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫോർമേഷനാണ് രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടുള്ള പോഴ്സ്, സിലിണ്ടറിക്കൽ പോഴ്സ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, so we have discussed two examples, one with closed at one end and the other open at both the end. Next one is during desorption. Desorption സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ തിരിച്ചായിരിക്കും. സോ രണ്ട് സൈഡും ഓപ്പണായി ഈ കേസിൽ ഡീസോപ്ഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡീസോപ്ഷൻ സെയിം പാത്തിൽ തന്നെയായിരുന്നു. ഇവിടെ രണ്ട് സൈഡും ഓപ്പൺ ആകുന്ന കേസിൽ ഈ ഡീസോപ്ഷൻ എന്ന് പറയുന്നത് ഈ അഡ്സോപ്ഷൻ കർവിൻ്റെ ഇപ്പം നമ്മൾ പഠിച്ച ഈ പാത്തിനെ റീട്രേസ് ചെയ്യാണ് ചെയ്യുക. ഇവിടെ എന്തായിരിക്കും, നമ്മൾ നേരത്തെ കേസിൽ സിലിണ്ടറിക്കൽ മെനിസ്കസ് ആയിരുന്നു, അവസാനം ഫുള്ളാവുന്ന സമയത്ത് അത് സ്ഫെറിക്കലായി മാറി. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഡീസോപ്ഷൻ എന്നുള്ള കേസിൽ സ്ഫെറിക്കലിന് സിലിണ്ടറിക്കലിലായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ പ്രഷറിൽ ഈ സ്ഫെറിക്കലിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഫിലിമിൻ്റെ റേഡിയസിന് ഈക്വൽ ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ മെനിസ്കസ് സ്ഫെറിക്കലായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനൊരു പ്രഷറിൽ ഈ ലിക്വിഡ് കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്ത് പോവും. അങ്ങനെ അഡ്സോപ്ഷൻ സമയത്ത് ഈ മെനിസ്കസ് ആദ്യം സിലിണ്ടറിക്കലായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്സോപ്ഷൻ്റെ കേസിൽ സിലിണ്ടറിക്കലായിരുന്നു, അത് സ്ഫെറിക്കലായി ചേഞ്ച് ചെയ്തു. ബട്ട് ഡീസോപ്ഷൻ്റെ കേസിൽ ഇത് എപ്പോഴും സ്ഫെറിക്കലായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഡീസോപ്ഷൻ്റെ കേസിൽ നമ്മൾ ഈ പാത്തിനെ റീട്രേസ് ചെയ്യാണ് ചെയ്യുന്നത്. മെനിസ്കസ് ആദ്യം സ്ഫെറിക്കൽ, ഇവിടെ നേരെ നമ്മളതിനെ തിരിച്ചാന്ന് പറയുമ്പോൾ സ്ഫെറിക്കലിന് സിലിണ്ടറിലോട്ട് പോകണം. ഓക്കെ, ബട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ മെനിസ്കസ് എപ്പോഴും സ്ഫെറിക്കലായിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഓക്കെ, ആൻഡ് ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡീസോപ്ഷന് എത്ര പ്രഷർ വേണമെന്നുള്ളത് അഡ്സോപ്ഷൻ എത്ര പ്രഷർ വേണോ അതിനേക്കാളും കുറവ് പ്രഷർ മതി നമുക്ക് ഡീസോപ്ഷന്. ദിസ് വിൽ ഗീവ് അഡ്സോപ്ഷൻ, ഡീസോപ്ഷൻ, ഹിസ്റ്റെറിസിസ്. ദിസ് ഈസ് ഷോൺ ഇൻ ഫിഗർ 3.13. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇവിടെ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഡീസോപ്ഷന് അഡ്സോപ്ഷൻ എത്ര പ്രഷർ വേണോ അതിനേക്കാളും കുറവ് പ്രഷർ മതി. അതിൻ്റെ ഗ്രാഫാണ് എമൗണ്ട് ഓഫ് അഡ്സോർബ്ഡ് വേഴ്സസ് പ്രഷർ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഡി ബോർ എന്ന് പറയുന്ന ആൾ ഹാസ് ക്ലാസിഫൈഡ് ദിസ് അഡ്സോപ്ഷൻ, ഡീസോപ്ഷൻ, ഹിസ്റ്റെറിസിസ് ഇൻറ്റു 5 types. Type A, B, C, D, E you can see, in which amount adsorbed versus pressure is shown. ടൈപ്പ് എയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ സിലിണ്ടറിക്കൽ പോർസ് ഉള്ള കേസാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമുക്ക് ട്യൂബുലർ പോർസും ആവാം വിത്ത് റിക്കറിങ് വൈഡൻ പാർട്സ്, റെക്ടാങ്കുലർ പോർസ് ആൻഡ് വൈഡ് നെക്ക് ഇങ്ക് ബോട്ടിൽ ടൈപ്സ്, ഇങ്ങനെയുള്ളതൊക്കെ അതിൽ പെടും. ദെൻ ടൈപ്പ് 2 എന്ന് പറയുന്നത് രണ്ട് എൻഡിലും നാരോ ഓപ്പണിങ്സ് വിത്ത് വൈഡ് പോറും നാരോ ഓപ്പണിങ്സ് ഉള്ളതിലാണ് ടൈപ്പ് 2 കാണിക്കുക. ഇവരെപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്നത് ഈ ക്രിസ്റ്റലൈൻ മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഡീഹൈഡ്രേറ്റ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക.
നൗ ടൈപ്പ് ഇ അവിടെ സ്റ്റീപ്പ് ഡിസോപ്ഷൻ ബ്രാഞ്ച് ആയിരിക്കും ഇരിക്കുക. അപ്പോൾ നമുക്ക് എപ്പോഴും അഡ്സോപ്ഷൻ ഡിസോപ്ഷൻ ഹിസ്റ്ററിസിസ് ലൂപ്പിൻ്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈ ഐസോത്തോം വെച്ചിട്ട് നമുക്കതിൻ്റെ പോർ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം. വൺസ് അഗെയിൻ വി ക്യാൻ സമ്മറൈസ് ഇറ്റ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? കാപ്പിലറി കണ്ടൻസേഷൻ. ഇവിടെ നമ്മുടെ സോളിഡ്സിലെ പോഴ്സിൻ്റെ സൈസ് മൈക്രോ ആണെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ്ങർ ആണ്. അഡ്സോപ്ഷൻ നമ്മുടെ അഡ്സോർബ്ഡ് ആ ലെയറിലേക്ക് അത് എന്താ പറയുക, അഡ്സോപ്ഷൻ പോഴ്സ് ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മളിവിടെ 2 കേസ് എടുത്തത്. ഒന്ന് സോളിഡിൽ സിലിണ്ടറിക്കൽ പോഴ്സാണുള്ളത്, ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്. പിന്നെ ഒരു കേസിൽ 2 എൻഡും ക്ലോസ്ഡ്, 2 എൻഡും ഓപ്പൺ ആണ്. ഫസ്റ്റ് കേസ് ഒരു എൻഡ് ക്ലോസ് ചെയ്ത ആ പോർഷൻ സ്ഫെരിക്കൽ ആയിരിക്കും. ഇവിടെ കണ്ടൻസേഷൻ നടന്ന് പോഴ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് റേഡിയസിന് ചേഞ്ച് ഒന്നും വരില്ല, പ്രഷറിൻ്റെ റൈസിനും ആവശ്യമില്ല. ഡീസോപ്ഷൻ സെയിം പാത്തിലൂടെ തന്നെ നടക്കും. ദെൻ ബോത്ത് ആൻഡ് ഓപ്പൺ ആണെങ്കിൽ ഇവിടെ കാപ്പിലറി കണ്ടൻസേഷൻ സിലിണ്ടറിക്കൽ മെനിസ്കസ് ആയിരിക്കും ആദ്യം. ഇവിടെ ഒരു പെർട്ടിക്കുലർ പ്രഷറിൽ ഈ കണ്ടൻസേഷൻ തുടങ്ങും. അതിന് ഒരു പെർട്ടിക്കുലർ റേഡിയസ് ഉണ്ട്. കണ്ടൻസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫിലിം ഗ്രോ ചെയ്യുന്നതിന് കാരണം ഈ റേഡിയസ് കുറയും. അപ്പോൾ എന്ത് ചെയ്യും? നോർമലി എത്ര പ്രഷർ, കുറച്ച് കൂടുതൽ പ്രഷറാണ് ഉള്ളത്, നമുക്ക് സ്റ്റിൽ ലോവർ പ്രഷറാണ് നമുക്ക് കണ്ടൻസേഷൻ ആവശ്യം. ഓക്കെ. ദെൻ ഈ കാപ്പിലറി നിയർലി ഫുള്ളാവുന്ന ആ ഒരു പൊസിഷൻ എത്തുമ്പോൾ സിലിണ്ടറിക്കൽ മെനിസ്കസ് സ്ഫെരിക്കലായി മാറും. ഇതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഡ്യൂറിങ് ഡീസോപ്ഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പാത്രം നേരെ റീട്രേസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ കേസ് നമുക്ക് സിലിണ്ടറിക്കൽ സ്ഫെരിക്കലായി മാറണം. അപ്പോൾ നേരെ റീട്രേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്ഫെരിക്കലിന് സിലിണ്ടറിക്കലാക്കാണ് വേണ്ടത്. ഇവിടുത്തെ കേസിൽ അത് എപ്പോഴും സ്ഫെരിക്കലായിട്ട് തന്നെ ഇരിക്കും. ദെൻ ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അഡ്സോപ്ഷൻ എത്ര പ്രഷർ വേണോ അതിനേക്കാളും കുറവ് പ്രഷർ മതി ഡീസോപ്ഷന്. അതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഡി ബോർ എന്ന് പറയുന്ന ആൾ 5 ടൈപ്സ് ഓഫ് അഡ്സോപ്ഷൻ ഡീസോപ്ഷൻ ഹിസ്റ്ററിസിസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോ ടൈപ്പ് അതിന് ഓരോന്നും പ്രത്യേകതയുണ്ട്. വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ ടു എക്സ്പ്ലെയിൻ ഷേപ്പ് ഓഫ് ദിസ് ഐഹിസ്റ്റെറിസിസ് ലൂപ്പ് ബട്ട് ഡിറ്റർമിനേഷൻ ഓഫ് ദിസ് ഐസോത്തോം ഹെൽപ്സ് ഇൻ determining the pore structure of solid. Hope you understand the topic well. Thank you, my dears.